ഹായ് ഓൾ, മൈസെൽഫ് ശ്യാമ ML, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് MCN 201 മോഡ്യൂൾ 2ലെ 5th ലെക്ചറായ ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചാണ്. Global environmental issues. Environmental degradation. Environmental degradation is the deterioration of the environment through depletion of resources such as air, water and soil, the destruction of ecosystems and the extinction of wildlife. എയർ, വാട്ടർ, സോയിൽ മുതലായ റിസോഴ്സസിൻ്റെ ഡിപ്ലീഷൻ വഴി എൻവയോൺമെൻറ്റ് ഡീഗ്രേഡ് ചെയ്യുന്നതിനെയാണ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ്. The combustion of large quantities of fossil fuels like coal and oil in thermal power plants, industries and automobiles emits excessive quantities of carbon dioxide and nitrogen oxides into the atmosphere. തെർമൽ പവർ പ്ലാന്റ്സിലും ഇൻഡസ്ട്രീസിലും ഓട്ടോമൊബൈൽസിലും കോൾ, ഓയിൽ തുടങ്ങിയ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസിൻ്റെ കമ്പഷൻ അമിതമായ അളവിൽ കാർബൺ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളുന്നു. The greenhouse effect is the heating effect caused by gases such as carbon dioxide, methane and oxides of nitrogen in the atmosphere. അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കാരണം ഉണ്ടാകുന്ന ഹീറ്റിംഗ് എഫക്റ്റിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. Global warming. Global warming is the increase of Earth's average surface temperature due to effect of greenhouse gases such as carbon dioxide emissions from burning fossil fuels or from deforestation, which trap heat that would otherwise escape from Earth. This is a type of greenhouse effect. ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നത് വഴിയോ ഡിഫോറസ്റ്റേഷൻ വഴിയോ എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം ഭൂമിയുടെ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരുതരം ഗ്രീൻ ഹൗസ് എഫക്റ്റാണ്. ഓസോൺ ഡിപ്ലീഷൻ. Ozone layer depletion is simply the wearing out or reduction of the amount of ozone in the stratosphere. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിൻ്റെ എമൗണ്ട് കുറയുന്നതിനെയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. Consequences of global warming. First one, rise in sea level. Second one, climate change. Change in climate can also cause several other problems. കാലാവസ്ഥാ വ്യതിയാനം മറ്റ് നിരവധി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഡ്രൈയിങ് ഓഫ് സർഫസ് വാട്ടർ ബോഡീസ്. സർഫസ് വാട്ടർ ബോഡീസിൻ്റെ ഡ്രൈയിങ്. ഫോൾ ഇൻ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ തകർച്ച. സീരിയസ് വാട്ടർ ഷോർട്ടേജ്. ജലക്ഷാമം. ഡിസർട്ടിഫിക്കേഷൻ ഓഫ് വാസ്റ്റ് ഏരിയാസ് വിച്ച് വെയർ ഫെർട്ടൈൽ ആൻഡ് പ്രൊഡക്റ്റീവ് ലാൻഡ്സ്. ഫെർട്ടൈലും പ്രൊഡക്റ്റീവുമായിട്ടുള്ള ലാൻഡ്സിൻ്റെ ഡിസർട്ടിഫിക്കേഷൻ. ക്രോപ്പ് പാറ്റേൺ ചേഞ്ച് ആൻഡ് റെഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ ഈഡ്സ്. ക്രോപ്പ് പാറ്റേൺ മാറുകയും കാർഷിക വിളവ് കുറയുകയും ചെയ്യുന്നു. ഇൻക്രീസ്ഡ് ഗ്രോത്ത് ഓഫ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്. പാത്തോജൻസിൻ്റെ വളർച്ചയും രോഗങ്ങളുടെ വ്യാപനവും. പ്രോബ്ലം ഓഫ് അൺസാനിറ്ററി കണ്ടീഷൻ. വൃത്തിഹീനമായ അവസ്ഥയുടെ പ്രശ്നം. ചേഞ്ച് ഇൻ വെജിറ്റേഷൻ പാറ്റേൺ ഗീവ് റൈസ് ടു അൺകൺട്രോളബിൾ വീഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. വെജിറ്റേഷൻ്റെ പാറ്റേൺ ചേഞ്ച് കാരണം അൺകൺട്രോളബിൾ വീഡ്സും ഇൻസെക്ട്സും ഉണ്ടാകുന്നു. മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ആൻഡ് ഓഷ്യാനിക് എക്സ്പാൻഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ഫ്ലഡിംഗ് ഓഫ് കോസ്റ്റൽ ഏരിയാസ്. പോളാർ ഐസിൻ്റെ മെൽറ്റിങ്ങും ഓഷ്യാനിക് എക്സ്പാൻഷനും കാരണം കോസ്റ്റൽ ഏരിയാസിൽ ഫ്ലഡ് ഉണ്ടാകുന്നു. ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് സിവിയറിറ്റി ഓഫ് ട്രോപ്പിക്കൽ സ്റ്റോംസ് ആൻഡ് സൈക്ലോൺസ്. ചുഴലിക്കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും നമ്പറും തീവ്രതയും കൂടുന്നു. സോൾട്ട് വാട്ടർ ഇൻട്രൊഡ്യൂസ് ഇൻ ഗ്രൗണ്ട് വാട്ടർ സോൺസ്. ഗ്രൗണ്ട് വാട്ടർ സോൺസിൽ ഉപ്പുവെള്ളം കയറുന്നു. കൺട്രോൾ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. റിഡക്ഷൻ ഇൻ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ബൈ ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി. ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കാവുന്നതാണ്. എനർജി കൺസർവേഷൻ ത്രൂ ഇൻട്രൊഡക്ഷൻ ഓഫ് മാസ് ട്രാൻസ്പോർട്ടേഷൻ സിറ്റീസ്. സിറ്റീസിൽ മാസ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇൻട്രൊഡക്ഷൻ വഴി എനർജി കൺസർവ് ചെയ്യാവുന്നതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് എനർജി എഫിഷ്യൻ ഡിവൈസസ്. എനർജി എഫിഷ്യൻ ഡിവൈസസ് ഡെവലപ്പ് ചെയ്യുക. കട്ടിംഗ് ട്രാൻസ്മിഷൻ ലോസസ് ഇൻ ഇലക്ട്രിക് ലൈൻസ് ആൻഡ് എക്കണോമിക് യൂസ് ഓഫ് എനർജി. ഇലക്ട്രിക് ലൈൻസിലെ ട്രാൻസ്മിഷൻ ലോസസ് കട്ട് ചെയ്ത് എനർജി എക്കണോമിക്കലി യൂസ് ചെയ്യാം. അപ്ഗ്രഡേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോസസ് ടു മിനിമൈസ് ദ റിലീസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആസ് പോസിബിൾ. ഇൻഡസ്ട്രിയൽ പ്രോസസ് നവീകരിച്ചുകൊണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ റിലീസ് മിനിമൈസ് ചെയ്യാവുന്നതാണ്.
Carbon credit and carbon trading. A permit that allows the holder to emit 1 ton of carbon dioxide. ഒരു ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാൻ ഉടമയെ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ്. Credits are awarded to countries or groups that have reduced their greenhouse gases below their emission quota. എമിഷൻ കോട്ടയിൽ താഴെ ഗ്രീൻഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾക്കോ ഗ്രൂപ്പുകൾക്കോ ക്രെഡിറ്റ്സ് നൽകുന്നതാണ്. കാർബൺ ക്രെഡിറ്റ്സ് ക്യാൻ ബി ട്രേഡഡ് ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ് അറ്റ് ദെയർ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. കാർബൺ ക്രെഡിറ്റ്സ് അവയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. For example, if an environmentalist group plants enough trees to reduce emissions by 1 ton, the group will be awarded a credit. ഒരു എൻവയോൺമെൻറ്റലിസ്റ്റ് ഗ്രൂപ്പ് 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രീസ് പ്ലാൻ ചെയ്താൽ ആ ഗ്രൂപ്പിന് ഒരു ക്രെഡിറ്റ് നൽകുന്നതാണ്. If a steel producer has an emissions quota of 10 tons but is expecting to produce 11 tons, it could purchase this carbon credit from the environmental group. ഒരു സ്റ്റീൽ പ്രൊഡ്യൂസറിന് 10 ടൺ എമിഷൻ കോട്ട ഉണ്ടെങ്കിലും 11 ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ എൻവയോൺമെൻറ്റലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ആ കാർബൺ ക്രെഡിറ്റ് വാങ്ങാവുന്നതാണ്. The carbon credit system looks to reduce emissions by having countries honor their emission quotas and offer incentives for being below them. രാജ്യങ്ങൾ അവരുടെ എമിഷൻ കോട്ടകളെ മാനിക്കുകയും അവയ്ക്ക് താഴെയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം റിഡക്ഷൻ കുറയ്ക്കാൻ നോക്കുന്നു. Carbon footprint. The total amount of greenhouse gases produced directly and indirectly to support human activities usually expressed in equivalent tons of carbon dioxide. ഹ്യൂമൻ ആക്ടിവിറ്റീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായി നേരിട്ടും അല്ലാതെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. When you drive a car, the engine burns fuel which creates a certain amount of carbon dioxide depending on its fuel consumption and the driving distance. ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻജിൻ ഫ്യുവൽ ബേൺ ചെയ്യുകയും അത് സർട്ടൻ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡ്രൈവിംഗ് ഡിസ്റ്റൻസും ഫ്യുവൽ കൺസംഷനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. When you heat your house with oil, gas or coal, then you also generate carbon dioxide. നിങ്ങളുടെ വീട് എണ്ണ, ഗ്യാസ് അല്ലെങ്കിൽ കോൾ എന്നിവ ഉപയോഗിച്ച് ചൂടാക്കുകയാണെങ്കിൽ അവിടെ കാർബൺ ഡയോക്സൈഡ് ജനറേറ്റ് ചെയ്യുന്നു. Even if you heat your house with electricity, the generation of the electric power may also have emitted a certain amount of carbon dioxide. നിങ്ങൾ നിങ്ങളുടെ വീട് വൈദ്യുതി ഉപയോഗിച്ച് ചൂടാക്കിയാൽ അവിടെ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക് പവർ certain amount of കാർബൺ ഡയോക്സൈഡും എമിറ്റ് ചെയ്യുന്നു. When you buy food and goods, the production of the food and goods also emitted some quantities of carbon dioxide. നിങ്ങൾ ഫുഡും ഗുഡ്സും വാങ്ങുമ്പോൾ ഫുഡിൻ്റെയും ഗുഡ്സിൻ്റെയും പ്രൊഡക്ഷൻ ചില അളവിൽ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. Your carbon footprint is the sum of all emissions of carbon dioxide which were induced by your activities in a given time frame. ഒരു ഗിവൻ ടൈം ഫ്രെയിമിലെ ആക്ടിവിറ്റീസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ്റെ ടോട്ടൽ സമ്മാണ് നിങ്ങളുടെ കാർബൺ ഫുട് പ്രിൻറ്റ്. യൂഷ്വലി എ കാർബൺ ഫുട് പ്രിൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ ഇയർ. സാധാരണയായി ഒരു കാർബൺ ഫുട് പ്രിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തെ കാലയളവിലാണ്. ഒരു ഓർഗനൈസേഷണൽ കാർബൺ ഫുട് പ്രിൻറ്റിൻ്റെ ബ്രേക്ക് ഡൗണിൻ്റെ എക്സാമ്പിളാണ് ഈ പൈ ചാർട്ടിലൂടെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. യൂസസ് ഓഫ് കാർബൺ ഫുട് പ്രിൻറ്റ്. ഫോർ പബ്ലിക്കലി റിപ്പോർട്ടിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. പരസ്യമായി ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ റിപ്പോർട്ട് ചെയ്യുന്നതിനായി കാർബൺ ഫുട് പ്രിൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. For setting a target for reducing emissions. In order to set a reduction target, it is necessary to know what current emissions are. എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഒരു റിഡക്ഷൻ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിന് നിലവിലെ എമിഷൻ എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. To identify which activities contribute the most to a footprint, in order to identify the important areas for reduction efforts. ഏതൊക്കെ ആക്ടിവിറ്റീസാണ് കാർബൺ ഫുട് പ്രിൻറ്റ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. In order to measure changes in emissions over time and to monitor the effectiveness of reduction activities. ഓവർ ടൈമിലുള്ള എമിഷൻ്റെ ചേഞ്ചസ് മെഷർ ചെയ്യാനും
റിഡക്ഷൻ ആക്ടിവിറ്റീസിൻ്റെ എഫക്റ്റീവ്നെസ് മോണിറ്റർ ചെയ്യാനും കഴിയും. To offset emissions. In order to offset emissions, it is necessary to know how many reduction credits to purchase. എമിഷൻ ഓഫ്സെറ്റ് ചെയ്യുന്നതിനും യൂസ് ചെയ്യാം. എമിഷൻ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് എത്ര റിഡക്ഷൻ ക്രെഡിറ്റ്സ് വാങ്ങണമെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. താങ്ക് യു.